സിസ്റ്റർ ജസ്മിക്ക് ശേഷം തുറന്നെഴുത്തുകളുമായി കർത്താവിൻ്റെ മറ്റൊരു മണവാട്ടി കൂടി, സിസ്റ്റർ മേരി ചാണ്ടി. നന്മ നിറഞ്ഞവളെ സ്വസ്തി. തൻ്റെ ഓർമ്മക്കുറിപ്പുകൾക്ക് സിസ്റ്റർ മേരി ചാണ്ടി നൽകിയ പേര് അതാണ്. 25 അധ്യായങ്ങൾ കഥ പറയുന്ന ഈ ഓർമ്മക്കുറിപ്പിൽ പല അധ്യായങ്ങളും കന്യാസ്ത്രീ മഠങ്ങൾക്കുള്ളിൽ നടക്കുന്ന അരാജകത്വത്തിൻ്റെ നേർവിവരണങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് എഴുതി വെക്കണമെന്ന് നേരത്തെ തോന്നിയിരുന്നു. പക്ഷെ കുറച്ച് ഞാൻ എഴുതി, അത് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പിന്നെ ഒരേ സാഹചര്യം വന്നപ്പം എനിക്ക് എൻ്റെ ജീവിതത്തെ പറ്റിയിട്ട് കുറച്ചെങ്കിലും എഴുതി വെക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. എഴുതി ലോകത്തെ അറിയിക്കണം എന്ന് തോന്നിയിരുന്നു. ഉള്ളടക്കം വിളിച്ചു പറയുന്നവയാണ് ഈ ഓർമ്മക്കുറിപ്പിൻ്റെ ഓരോ അധ്യായങ്ങളും. കുട്ടിയുടെ കരച്ചിൽ കോൺവെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടു, ചെറിയ കുട്ടിയുടെ. അപ്പോൾ പല പ്രാവശ്യം ഈ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു, നമുക്ക് ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കണം, നോക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ രണ്ടെണ്ണം കൂടെ പോയി. അപ്പോൾ ഒരു അനക്കം എന്ന് മാത്രമേ കേൾക്കാനുള്ളൂ. ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ പല അനുഭവ കഥകളും കണ്ടുപഠിച്ചത് കാരണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് ബാത്റൂമാണ് ഓർമ്മ വന്നത്. അപ്പോൾ ക്ലോസറ്റിലേക്ക് കുട്ടി കിടന്ന് പിടയുന്നതാണ് കണ്ടത്. കാരണം തല കീഴായിട്ടാണ് കുട്ടി കിടക്കുന്നത്. അതിനെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ മാത്രമാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുത്തത്. അപ്പോഴെന്നെ കാല പിടിച്ച് വലിച്ച് പുറത്തേക്ക് ചാടിച്ച് കൂട്ടത്തിലുണ്ടായിരുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയെ എന്താണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്ത്, ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റുള്ളൂ, മാനന്തവാടിയിൽ സിയുടെ അടുത്തേക്ക് വിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ കുറേ ആൾക്കാർ കൂടി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന കുറേ ആണുങ്ങൾ. അവർ വന്നു. എന്താണെങ്കിലും എൻ്റെ മരണം എനിക്ക് ഉറപ്പായിരുന്നു. തൻ്റെ കുറിപ്പുകൾ വെള്ളപൂശിയ ആത്മീയതയെ തുറന്നു കാട്ടുമെന്നുള്ള വിശ്വാസമാണ് കർത്താവിൻ്റെ ഈ മണവാട്ടിക്ക് ഇങ്ങനെ ഒരു ഓർമ്മക്കുറിപ്പിന് പ്രേരണയായത്. പാലാ വടക്കേക്കര ചാണ്ടി മറിയാമ്മ ദമ്പതികളുടെ 6 മക്കളിൽ അവസാനത്തെയാളായ മേരി ചാണ്ടി കുഞ്ഞുനാളിലെ തീരുമാനിച്ചതായിരുന്നു ദൈവദാസിയാകാൻ. പക്ഷേ കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ മധുരം പുരോഹിതന്മാരുടെ പെരുമാറ്റം കൊണ്ട് കയ്പ് നിറഞ്ഞതായി മേരി ചാണ്ടി ഓർക്കുന്നു. തുറന്നെഴുത്തുകൾ ഈ കന്യാസ്ത്രീക്കും പതിവ് പോലെ സമ്മാനിച്ചത് വെല്ലുവിളികളും ഭീഷണികളും തന്നെയായിരുന്നു. ഭീഷണിയൊക്കെ ഞാൻ ധാരാളങ്ങൾ വരാം, തട്ടിക്കളയാവുന്നുള്ളതുണ്ടാവും, ഇനി ഭൂമിയിൽ വെച്ചേക്കരുതെന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഓരോന്നും വരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിനെ പേടിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ദൈവം എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാൽ ഇങ്ങനെയാണ് മരണമെങ്കിൽ അതേ നടക്കൂ. അല്ലാതെ പിന്നെ ആയുസ് കൂടുതലുണ്ടെങ്കിൽ ആര് വിചാരിച്ചു കഴിഞ്ഞാലും മരണം സംഭവിക്കില്ല. 100 അനുഭവസ്ഥയാണ്. എനിക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് പറയുന്നുണ്ട്, ആയിക്കോട്ടെ, എനിക്ക് സുഖമില്ല, അതിലെനിക്കൊരു വിഷയമില്ല. എന്നെ പറ്റിയിട്ട് എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല. വൈദികര് പള്ളിയിൽ പൊതുവായിട്ട് പറഞ്ഞു ഞാൻ വേശ്യയാണെന്ന്. അത് പറയുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചതേ ഉള്ളൂ, ഞാൻ അവരോട് പ്രതികരിക്കാൻ പോയില്ല. അതെ, അപ്പോഴാ വ്യക്തി എൻ്റെ അടുത്തുണ്ടാവണം. അത്ര ഒരു വാക്കേ എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞാൽ അതിനൊന്നും എനിക്കൊരു വിഷയമില്ല, ഞാൻ ചിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. സിസ്റ്റർ മേരി ചാണ്ടിക്ക് വേണ്ടി ഈ ഓർമ്മക്കുറിപ്പുകൾ തയ്യാറാക്കിയ ജോസ് പാഴൂക്കാരനും ലഭിച്ചു ചില ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ. സഭയ്ക്കെതിരെയുള്ള ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. ജോസ് അതിനെപ്പറ്റി പഠിക്കാണ്ടാണ് പുസ്തകം എഴുതിയത്. അവർ കോഴിക്കോടുള്ള ഏതോ കോൺവെൻറ്റിൽ അടുക്കളക്കാരിയായിട്ട് നിന്നിരുന്ന ഒരാൾ സിസ്റ്ററാണെന്നും പറഞ്ഞ് നടന്നിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ എടുത്ത് നടന്ന് അങ്ങനെ ഒരു ക്രിമിനൽ ലുക്കുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ജോസ് അതിനെക്കുറിച്ച് പഠിക്കാണ്ടാണ് എഴുതുന്നത് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും പഠിക്കാണ്ട് പുസ്തകം ചെയ്യില്ല. ഞാൻ വളരെ വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് തന്നെ പുസ്തകം ചെയ്തത്. ഇനി നിങ്ങൾ കന്യാസ്ത്രീ അല്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ, സിസ്റ്റർ മേരി ചാണ്ടി കന്യാസ്ത്രീ അല്ല എന്ന് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ പുസ്തകം പിൻവലിക്കുന്നു പറഞ്ഞു. തന്നെ പോലുള്ള നിരവധി കന്യാസ്ത്രീകൾ വേദന മനസ്സിലൊതുക്കി ഇപ്പോഴും പൗരോഹിത്യത്തിന്റെ കടന്നാക്രമണത്തിൽ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എഴുതുന്നു സിസ്റ്റർ മേരി ചാണ്ടി. അപ്പോഴും ഒന്നിനെയും അടച്ചാക്ഷേപിക്കാൻ തയ്യാറല്ല കർത്താവിൻ്റെ ഈ മണവാട്ടി. എല്ലാവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. നല്ലവരുണ്ട്, സിസ്റ്റേഴ്സിലും ഉണ്ട് നല്ലവര്, വൈദികരിലും ഉണ്ട് നല്ലവര്. മനുഷ്യസ്നേഹമാണ് ദൈവത്തിലേക്കുള്ള നേരായ വഴി എന്ന ബോധ്യമുള്ള സിസ്റ്റർ മേരി ചാണ്ടി
വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ ഒരു ബാലമന്ദിരം നടത്തുകയാണിപ്പോൾ. ചെറുതിലെ മുതൽ എനിക്കിങ്ങനെ അനാഥ മക്കളെയും വയസ്സായ പിന്നെ കഷ്ടപ്പെടുന്ന അച്ഛനമ്മമാരെ പോറ്റണമെന്നുള്ള വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഈ മക്കളോടൊത്ത് അവരുടെ കൂട്ടത്തിൽ ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. താളുകൾ മറിയുന്നത് പോലെ ഈ തുറന്നു പറച്ചിലുകൾ കൊണ്ടുള്ള വിവാദങ്ങളും ചിലപ്പോൾ അടങ്ങിയേക്കാം. പക്ഷേ ധീരതയോടെ സമൂഹത്തെ നോക്കിച്ചിരിക്കുന്ന മേരി ചാണ്ടിയുടെ ഫോട്ടോ ഈ പുറംചട്ടയിൽ പിന്നെയും ബാക്കിയുണ്ട്, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ.